ഇല്ല, പ്രാർത്ഥിച്ചു കിടന്നാ ഞാൻ പെട്ടെന്നങ്ങ് ഉറങ്ങിപ്പോകും. പ്രിയെ, നീ അതൊന്നും ചെയ്യണ്ട, ഞാൻ ചെയ്തോളാം. താ, ഞാൻ വേണ്ടേച്ചി, ഞാൻ ചെയ്തോളാം. ചേച്ചി ഇവിടെ നിൽക്കുമ്പോ ചേച്ചിയെ നോക്കേണ്ട ഉത്തരവാദിത്വം എനിക്കല്ലേ? ഈ ചെറിയമ്മ എന്തിനാ ചേച്ചി അവിടെ കൊണ്ട് കെട്ടിയെന്നാ എനിക്ക് മനസ്സിലാവാത്ത. പ്രിയങ്ക അറിഞ്ഞിരുന്നെങ്കിലേ ഒരിക്കലും സമ്മതിക്കില്ലായിരുന്നു രാധിക. അത്രയ്ക്ക് സ്നേഹമാ പ്രിയങ്കയ്ക്ക് തന്നോട്. അപ്പൊ ഞാൻ വെള്ളം എടുത്തിട്ട് വരാം. ആ മോളെ, രാത്രി എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ വിളിക്കണം കേട്ടോ. ശരി മുത്തശ്ശി. എടോ, ഞാൻ ഉറങ്ങാൻ ലേറ്റാവും. ഇനി അഥവാ മുത്തശ്ശി ഉറങ്ങിപ്പോയാലും എന്നെ വിളിച്ചാൽ മതി. നീ ഉറങ്ങിക്കോടാ, അതാ നല്ലത്. ഞാൻ പോയിക്കോട്ടെ മുത്തശ്ശി. ആ ചേച്ചി, ഗുഡ് നൈറ്റ്. ആ എന്നാ പിന്നെ നമ്മളും പോവല്ലേ? അല്ല, മുത്തശ്ശി വേണമെങ്കിൽ കുറച്ചു നേരം ഇവിടെ സംസാരിച്ചോണ്ടിരുന്നോ? അയാൾ ഈ മുറിയൊക്കെ ആയിട്ടൊന്ന് പൊരുത്തപ്പെടട്ടെ. മോളെ, വാതിലടച്ച് കിടന്നോ. വാ ഓടാ, വാ ഇങ്ങോട്ട്. ഇങ്ങോട്ട് വാടാ, ഇങ്ങോട്ട് വരാ. വരുൺ, ഇനി മുതൽ നീ എന്നിൽ നിന്ന് കണ്ണിടിക്കില്ല. എന്നിൽ നിന്ന് അകലാനാ ശ്രമമെങ്കിൽ അടുപ്പിക്കാനും എനിക്കറിയാം. ഹലോ, ഞാനാ മുത്തശ്ശി പ്രിയങ്ക. എന്താ മോളെ വിശേഷം? അവളെ കൊണ്ട് നിനക്ക് അവിടെ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ? ബുദ്ധിമുട്ടില്ലാതെ പിന്നെ ചേച്ചി ഇവിടെ നിൽക്കുന്നതിനപ്പുറം എനിക്ക് എന്ത് ബുദ്ധിമുട്ടാ വേറെ? വഴക്കിട്ടിട്ടായാലും അവളെ കൊണ്ടുവരണമെന്ന് ഞാൻ തീരുമാനിച്ചതാ. അപ്പോഴേക്കും നിന്റെ അച്ഛൻ തീരുമാനം എടുത്തത് കണ്ടില്ലേ? പിന്നെ അതിനു മേലെ ഒച്ച വെച്ചാല് കണിമംഗലത്തുള്ളവർക്ക് എന്താ തോന്നുക? നീ നന്നായിട്ടല്ലേ വരുണിനോട് പെരുമാറുന്നേ? അതെ മുത്തശ്ശി, എല്ലാം മറന്ന് വരുണിനെ സ്നേഹിക്കാൻ തന്നെയാ എന്റെ തീരുമാനം. പക്ഷെ ഞാൻ പറയുന്നതൊന്നും വരുൺ ശ്രദ്ധിക്കുന്നതേയില്ല. വരുണിന്റെ ശ്രദ്ധ മുഴുവൻ ചേച്ചിയില്ല. ആരൊക്കെ നിങ്ങൾക്കിടയിൽ ഉണ്ടായാലും നീ നിയമപരമായി വരുണിന്റെ ഭാര്യ. വരുണിനെ സ്നേഹിക്കാനുള്ള അവകാശം നിനക്കേ ഉള്ളൂ. കഴുത്തില് താലി കെട്ടിയതിന്റെ ബലത്തില് വരുണിനെ വശത്താക്കാൻ അവള് ശ്രമിച്ചെന്നിരിക്കും. സൂക്ഷിക്കണം. അത് മുത്തശ്ശി പേടിക്കണ്ട. അങ്ങനെ എന്തെങ്കിലും തീരുമാനം ചേച്ചിയുടെ ഭാഗത്തുനിന്നുണ്ടായ അധികം വൈകാതെ നിങ്ങളെ ഞാൻ കണിമംഗലത്തേക്ക് വിളിപ്പിക്കും. രാധിക ഇവിടെ എവിടെയെങ്കിലും ഒരു മൂലയിൽ ചത്ത് കിടക്കുന്നത് കാണാൻ. ആ, ഇതാ വേണ്ടത്. ഇങ്ങനെ നീ ധൈര്യത്തോടെ നിന്നാല് വരുണിനായാലും രാധികയ്ക്കായാലും നിന്നെ ദ്രോഹിക്കുന്ന ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ല. പിന്നെ വരുണിന്റെ മനസ്സിൽ മാത്രമല്ല, എല്ലാവരുടെയും മനസ്സിൽ നിന്ന് എടുത്തു കളയാൻ പറ്റാത്ത വിധത്തില് കേറി പറ്റിയിരിക്കണം നീ. അത് ഞാൻ ചെയ്യും മുത്തശ്ശി. തൽക്കാലം ചേച്ചിക്ക് ഇവിടെ ഒരു വേലക്കാരിയുടെ സ്ഥാനമേ ഞാൻ കൊടുത്തിട്ടുള്ളൂ. എന്റെ ആഗ്രഹങ്ങൾ നടപ്പാക്കാൻ എനിക്ക് വേണ്ടി പണിയെടുക്കുന്ന, എനിക്ക് വേണ്ടി തലയാട്ടുന്ന ഒരു വേലക്കാരി. പറ്റുമെങ്കിൽ നീ ഒരു കാര്യം ചെയ്യും. ഇവിടെ ഇറക്കി വിടാൻ ഞാൻ പല തവണ ശ്രമിച്ചതാ, പരാജയപ്പെട്ടു. കണിമംഗലത്ത് എന്തെങ്കിലും സംഭവിച്ചിട്ട്
അവൾ അവിടുന്ന് ഇറങ്ങി എങ്ങോട്ടെങ്കിലും പോട്ടെ. ഇപ്പോ നാട് മുഴുവൻ അവൾക്ക് സംരക്ഷകരുണ്ടല്ലോ. ഞാൻ നോക്കാം മുത്തശ്ശി. വരുണിന്റെ മനസ്സ് മാറ്റാൻ എന്തെങ്കിലും മാർഗം മുത്തശ്ശിക്ക് തോന്നുന്നുണ്ടോ? വല്ല പൂജയോ പ്രതിവിധിയോ? ഞാനൊന്ന് നോക്കട്ടെ മോളെ. കടുത്ത കർമ്മങ്ങൾ ചിലത് ചെയ്താൽ ചില കാര്യങ്ങൾ മറന്നു പോകാൻ വരെ അത് കാരണമാകുമെന്നാ പറയുന്നേ. മുത്തശ്ശി ഒരാളെ ഒന്ന് കാണട്ടെ. ചേച്ചി വരുണിനെയും തമ്മിൽ അകറ്റിയാൽ മാത്രം പോരാ, അവരെ പരസ്പരം ശത്രുക്കളാക്കണം. നീ ധൈര്യമായിട്ടിരിക്കേ, മുത്തശ്ശി ഏറ്റു. പിന്നെ ഒരു കാര്യം, മുത്തശ്ശിയോട് പറയാതെയോ അനുവാദം വാങ്ങിക്കാതെയോ ഇനി ഒരു കാര്യവും ചെയ്തു പോകരുത് നീ. ഇല്ല മുത്തശ്ശി, ഞാൻ കൂടെ കൂടെ വിളിച്ചോളാം. ഞാൻ ഫോൺ വെക്കട്ടെ. നോക്ക്, പോവാണെങ്കിൽ നമ്മൾ ഒരുമിച്ച്. വഴിന്ന് മാറ്, ആരെങ്കിലും കണ്ടാലോ? കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കാറിൽ കയറാൻ പറഞ്ഞത്. കേറ്. താൻ ഈ വണ്ടിയിൽ കയറുന്നില്ലെങ്കിൽ ഞാൻ ഇതുപോലെ മ്യൂസിക് സ്കൂൾ വരെ പിന്നാലെ വരും. എനിക്ക് സംസാരിക്കാൻ തോന്നുന്നൊക്കെ ഞാൻ സംസാരിക്കും. കൈ പിടിക്കാൻ തോന്നിയാൽ കൈ പിടിക്കുകയും ചെയ്യും. എന്തിനാ എന്നെ ഇങ്ങനെ ദ്രോഹിക്കുന്നേ? എല്ലാരും കൂടി എന്നെയല്ലേ ദ്രോഹിക്കുന്നേ? കേറുന്നോ അതാ ഞാൻ പിടിച്ചു കയറണോ? വേണ്ട. ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും തനിക്ക് എന്നോട് സംസാരിക്കാനുണ്ട്. എടോ, നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും നമുക്ക് സംസാരിച്ച് തീർക്കാടോ.